മധുപകരൂ നീ താരകേ, മനസ്സിലെ മോഹം നീ. മധുപകരൂ താരികേ, മനസ്സിലെ മോഹം നീ. വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ ഇന്നലെ ആദ്യത്തെ വീഡിയോ സോങ് യൂട്യൂബിൽ ട്രെൻഡിങ് ഗംഭീര വ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പാട്ടിൽ നമ്മുടെ ലാലേട്ടനെ ഓർമ്മ വന്നിരിക്കും. ശരിക്കും എനിക്ക് വിൻറ്റേജ് ലാലേട്ടൻ്റെ അതേ എക്സ്പ്രഷൻസ്. വിനീത് ശ്രീനിവാസൻ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. പ്രണവനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കറക്റ്റായിട്ട് ആൾക്കറിയാം. എനിക്ക് ഇന്നലെ പാട്ട് സീൻ കണ്ടപ്പോൾ പ്രണവൻ്റെ എക്സ്പ്രഷനിൽ പാട്ട് സീനിൽ തിമിർക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, അഴിഞ്ഞാടുന്നത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഹിസൈൻ സബ്ദുള്ള എന്ന പടത്തിൽ ലാലേട്ടൻ ഇരുന്ന് പാടുന്ന സീൻ തന്നെയാണ്. ഇരിപ്പും കാര്യങ്ങളും എക്സ്പ്രഷൻസും ഒക്കെ വേറെ വല്ല തൊപ്പി വെച്ചിട്ട് ഇങ്ങനെ വരുന്നത്, അങ്ങനെ കുടിക്കുന്ന സീൻ. എൻ്റെ മോനെ, നിങ്ങൾ അടുത്ത സൂപ്പർ സ്റ്റാറിലേക്കുള്ള ഒരു ചുവടുവയ്പ് തന്നെയാണ്, സംശയം വേണ്ട. ഒരു രക്ഷയില്ല. ഓൾ ദി ബെസ്റ്റ്. അത് ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. പാടിയ ആള് കമ്പോസ് നൽകുന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട്. വിനീത് ഒരു ടീം എഫേർട്ട് പാട്ടാന്നും പറഞ്ഞിരുന്നു. അമൃത് റബ്നത്ത് അങ്ങനെ ആളാണ് ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ഉറക്കുന്നില്ല, അങ്ങനെ ഒരു പേരാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. എനിവേ, ഗ്രേറ്റ്. പ്രണവ് മോഹൻലാലിന്റെ പെർഫോമൻസും പാട്ടും ഗംഭീരം. അപ്പൊ ഏപ്രിൽ ലാൻഡ്സ് വെയിറ്റിംഗ് ആണ്. 4 പടമായിട്ടൊന്ന് റിലീസ്. അപ്പൊ പ്രണവ് മോഹൻലാൽ ഇവിടെ തകർക്കട്ടെ, പടം റിലീസിന് വെയിറ്റ് ചെയ്യണം. ഒപ്പം തന്നെ പ്രണവ് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ നമുക്ക് ഓർമ്മയുണ്ട്. ലാലേട്ടന്റെ ഈ എമ്പുരാൻ ഷൂട്ടിംഗ് ഇത് US തകർക്കാണ്. 3rd 4th ഷെഡ്യൂളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാൻ ടീം. അപ്പൊ തന്നെ ഈ ഫൈറ്റിനും മറ്റുള്ള കാര്യങ്ങൾക്കും ഇതിനൊക്കെ എന്ത് ഇമ്പോർട്ടൻസ് ഉണ്ടോന്ന് ഞാൻ ആലോചിച്ചു നോക്കി. ഈ ചെങ്ങാതി വരുമ്പോ സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയില്ലാത്ത സ്ക്രീൻ പ്രസൻസ് ആണ്. അല്ലെ കമാൻഡോ 1, കമാൻഡോ 3, പിന്നെ LB71 ഒക്കെ മൂവീസ് കണ്ടവർക്ക് അറിയാം ആളുടെ പെർഫോമൻസ്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലൂസിഫർ നമ്മൾ കണ്ടു. വെയിറ്റിംഗ് മൂവിയാണ് എമ്പുരാൻ. പ്രതീക്ഷ എന്താ പറയുക, വാനോളം എത്തി നിൽക്കുക കേട്ടോ. അത് പേടിയുണ്ട്, കാരണം അത്ര പ്രതീക്ഷ കൊടുത്തിട്ട് ഹൈപ്പിനകത്ത് പടം എത്തിയില്ല എന്നൊരു പേടിയുണ്ട്. പക്ഷെ എനിക്കൊരു 100% പടം ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവുന്നു 100% ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എഫേർട്ടും കാര്യങ്ങളും. പിന്നെ ഇതൊരു ലാലേട്ടൻ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത്, ഫാൻസുകാരായാലും മറ്റുള്ള ആളുകളായാലും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ അടുത്ത കാലത്ത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല. ലൂസിഫറിന് ശേഷം സത്യം പറഞ്ഞ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല. അപ്പോൾ ആ ക്യാരക്ടർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു ഫാമിലിക്ക് വേണ്ടി നേരി വന്ന് ഹിറ്റടിച്ച് പോയി 100 കോടി. അപ്പോൾ അടുത്തൊരു എബവ് 100 കിട്ടട്ടെ. നമ്മൾ മലൈക്കോട്ടെ വാലിബൻ ഗംഭീര പ്രതീക്ഷയിൽ നമ്മൾ പറഞ്ഞിരുന്നു, പക്ഷെ സംഭവിച്ചു പോയി. ആ പടം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ ആസ് എ പ്രേക്ഷകൻ പടം പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റിയ പടമായിരുന്നില്ല അത്. അപ്പോൾ അത് വിട്ടു നമ്മൾ. ഇനിയിപ്പോൾ ബാരോസ് വരുന്നുണ്ട്, അതിനുശേഷം വരുന്നൊരു മൂവിയാണ്. അപ്പോൾ പ്രണവ് മോഹൻലാൽ ഇവിടെ വന്നിട്ട് അടുത്ത പടം കൂടി ജോയിൻ ചെയ്യാണ്. ഈ പടം കഴിഞ്ഞാൽ അടുത്ത പടത്തിൽ കൂടി ജോയിൻ ചെയ്ത് ഹാപ്പി ന്യൂസ് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദുൽഖറൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൊജക്റ്റ് ഏകദേശം മൂവിങ് ആണ്. അതുപോലെ തന്നെ മോഹൻലാൽ മഹേഷ് നാരായണന്റെ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യാനുള്ള A-Z കാര്യങ്ങൾ അഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. വരാൻ പോകുന്ന ഒരുപാട് പടങ്ങളുണ്ട്. എന്തായാലും സന്തോഷം ഇങ്ങനത്തെ പടം ആൾക്കാർക്ക് ഡേറ്റ് കൊടുക്കുമ്പോൾ. അത് കാര്യത്തിലൊക്കെ മമ്മൂക്കേനെ മാതൃകയാക്കണം നമ്മൾ പറയും. എപ്പോഴും ഫ്രഷ് സംവിധായകന്മാർ വരുമ്പോൾ, പുതിയ സംവിധായകർ വരുന്ന സമയത്ത് അവരിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടോ കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ അതൊക്കെ ഉപകരിക്കാൻ ലാലേട്ടനെ പറ്റി. പക്ഷെ മമ്മൂക്കേക്കാളും കൂടുതൽ കഴിയുന്ന ഒരു നടൻ ലാലേട്ടനാണ്. പക്ഷെ ലാലേട്ടൻ എന്തൊരു കംഫർട്ട് സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. ശരിവേ, അടുത്ത പടങ്ങൾക്കായി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മലയാള സിനിമയിൽ ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. 2 പടങ്ങളിൽ ഏകദേശം 100 കോടി അടിക്കുന്ന രീതിയിൽ പോകുന്നു. ഫാമിലി ആൻഡ് മഞ്ഞുമൽ ബോയ്സ് 7 ദിവസം കൊണ്ട് റെക്കോർഡ് കളക്ഷനാണ്. ലൂസിഫറിന്റെ റെക്കോർഡിനടുത്ത് പടം കളക്ട് ചെയ്തിട്ടുണ്ട്. 7 ദിവസം കൊണ്ടാണ് ലൂസിഫർ 50 കോടി അടിച്ചത്. ലൂസിഫർ റെക്കോർഡ് എടുത്തെത്തി. ലൂസിഫർ 8 ദിവസം കൊണ്ട് 100 കോടി എടുത്തെത്തി. എന്തുകൊണ്ടുണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. ശരിവേ, ലൂസിഫറിന്റെ ഒരു റെക്കോർഡിന് എടുത്തെത്തി നിൽക്കുന്ന ഒരു ന്യൂസ് എവിടെ വായിച്ച്. അത്രമാത്രം അപ്ഡേറ്റ് ആണെന്ന് എനിക്കറിയില്ല. അവരെ പ്രേമലു കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രേമയുഗം ഏകദേശം സ്റ്റഡി കളക്ഷൻ നിലനിർത്തുന്നുണ്ട്. അടുത്ത ആഴ്ച ഇവിടെ തങ്കമണി വരുന്നതോടെ വീണ്ടും തിയേറ്ററിൽ ആക്റ്റീവ് ആവും. ഇന്നലെ കടങ്ങുന്നൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആണ് കാണുന്നത്. ഞാൻ കണ്ടിട്ട് ഇന്നലെ എൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്തായിരിക്കും. ഇപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്. മധുപകരൂ നീ താരകേ, മനസ്സിലെ മോഹം.